ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചുരിദാറിൻ്റെ ടോപ്പ് നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ നൈറ്റി പീസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 3 മീറ്റർ കറക്റ്റ് ഉണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ലൈനിങ് ആണ്. കോട്ടൻ്റെ ലൈനിങ് തന്നെ വേണം. കോട്ടൺ മെറ്റീരിയലിന് നമുക്ക് കോട്ടൻ്റെ ലൈനിങ് തന്നെ വേണം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു 2 മീറ്റർ ഒരു ടോപ്പിന്, അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു ടോപ്പിന് 2 മീറ്റർ വേണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലൈനിങ് കട്ട് ചെയ്യാം. ലൈനിങ് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ആ ലൈനിങ് വെച്ചിട്ടാണ് മെയിൻ പീസിൽ വെച്ചിട്ട് കട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് പറയുന്നത് ഡ്രാഫ്റ്റിംഗ് എന്നാണ്. അപ്പോൾ നമുക്ക് ഡ്രാഫ്റ്റിംഗ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മെഷർമെൻറ്റ് വേണം. മെഷർമെൻറ്റ് എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്? ഒന്നുകിൽ ഡയറക്റ്റ് ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമർ അളവ് ടോപ്പ് തന്നാൽ നമുക്ക് അതിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മെഷർമെൻ്റ് എല്ലാം ഒരു പേപ്പറിൽ എഴുതി വെക്കണം. എഴുതി വെച്ചിട്ട് നമുക്ക് ഓരോ മെഷർമെൻറ്റും കറക്റ്റായിട്ട് എഴുതി പോകാം. ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാനായിട്ട് പോകാം. ഫസ്റ്റ് നമുക്ക് ടോപ്പിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യണം. ടോപ്പിൻ്റെ ലെങ്ത് വന്നിട്ട് 38 ഇഞ്ചസ് ആണ്. അപ്പോൾ നമുക്ക് ലൈനിങ്ങിന് ഒരു 35 ഇഞ്ചസ് ഒക്കെ മതി. അപ്പോൾ 35 ഇഞ്ചസ് ലെങ്ത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. മുകളിൽ നിന്നും ഒരു 1/2 ഇഞ്ചസ് വിട്ടിട്ട് വേണം നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാനാണ്. ഞാനിപ്പോൾ ഒരു XL സൈസ് വരുന്ന ഒരാൾക്കുള്ള മെഷർമെൻ്റ് ആണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഷോൾഡർ മാർക്ക് ചെയ്തെടുക്കാം. ഷോൾഡർ ആ ഒരു ക്ലോസ് ആയ പോർഷനിൽ നമുക്ക് 7.5 ഇഞ്ചസ് ഷോൾഡർ മാർക്ക് ചെയ്യാം. ദെൻ ആം ഹോൾ മാർക്ക് ചെയ്യുന്നത് ആ ഒരു 7.5 ഇഞ്ചസ് മാർക്ക് ചെയ്തില്ലേ, അവിടുന്ന് നമുക്ക് താഴേക്ക് ആം ഹോൾ 7.5 ഇഞ്ചസ് തന്നെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ചെസ്റ്റ് റൗണ്ടാണ്. ചെസ്റ്റ് റൗണ്ട് നമ്മൾ ബോഡിയിൽ നിന്ന് എടുക്കുമ്പോൾ ചെസ്റ്റ് റൗണ്ട് എത്രയാണ്? +4/4. അതൊരു ഇക്വേഷനാണ്. +4/4 ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ 10 ഇഞ്ചസ് കിട്ടും. ആ ഒരു 10 ഇഞ്ചസ് ആണ് കേട്ടോ നമ്മളിവിടെ മാർക്ക് ചെയ്തത്. ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത് ആണ് വേണ്ടത്. വേസ്റ്റ് ലെങ്ത് ഒരു നോർമലി ഒരു ആൾക്ക്, അതായത് ഒരു XL സൈസ് വരുന്ന ആൾക്ക് 14 ഇഞ്ചസ് ലെങ്ത് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഒരു 14, ഞാൻ നോർമൽ മെഷർമെൻ്റ് ആണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു 9.5 ഇഞ്ചസാണ് വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യുന്നത്. വേസ്റ്റ് ലെങ്ത് 14 ഇഞ്ചസ് മാർക്ക് ചെയ്യാം. 9.5 ഇഞ്ചസ് നമുക്ക് വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ആ ഒരു ചെസ്റ്റ് ലൈനില്ലേ, ആ ലൈനിൽ നിന്ന് വേസ്റ്റ് ലൈനിലേക്ക് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഹിപ്പ് ലെങ്ത് ആണ് വേണ്ടത്. ഹിപ്പ് ലെങ്ത് 20 ഇഞ്ചസ് നമുക്ക് മാർക്ക് ചെയ്യാം. ആ ഒരു പോർഷനിലാണ് നമുക്ക് സ്ലിറ്റ് വരുന്നത്. ഇനി നമുക്ക് ആ ഒരു പോർഷനിലെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. വിഡ്ത്ത് വന്നിട്ട് 11 ഇഞ്ചസ് ആണ്. ഹിപ്പ് റൗണ്ട് +4/4 ചെയ്യുമ്പോഴത്തേക്കുമാണ് നമുക്ക് ആ ഒരു മെഷർമെൻറ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് കിട്ടുന്നത് ആ ഒരു മെഷർമെൻറ്റാണ് അവിടെ കൊടുക്കാനുള്ളത്. അപ്പോൾ ആ ഒരു പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ആ ഹിപ്പ് റൗണ്ട് മാർക്ക് ചെയ്തില്ലേ, ആ പോയിന്റിൽ നിന്ന് നേരെ താഴേക്ക് സ്ട്രൈറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഈ ഒരു ബോട്ടം പാർട്ടിൽ നമുക്ക് 11 ഇഞ്ചസ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. മുകളിലത്തെ പോയിൻ്റ് താഴേക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അലവൻസ് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 1/2 ഇഞ്ചസ് അലവൻസ് ആണ് മാർക്ക് ചെയ്യുന്നത്. ഈ ഒരു സ്ലിറ്റിൻ്റെ പോർഷനിൽ ഒരു 1/2 ഇഞ്ചസും പിന്നെ ബാക്കി മുകളിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് 1 ഇഞ്ചസ് തയ്യൽ തുമ്പാണ് കേട്ടോ. 1 ഇഞ്ചസ് തയ്യൽ തുമ്പ് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഡോട്ടഡ് ലൈൻസ് ഇട്ടിട്ട് മാർക്ക് ചെയ്ത് പോകും. ഇനി നമുക്ക് ആം ഹോളിൻ്റെ ആ ഒരു കർവ് ഫിനിഷ് ചെയ്യണം. അപ്പോൾ ആ ഒരു കോർണർ വരുന്ന പോർഷനിൽ ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് 1 ഇഞ്ചസ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് കർവായിട്ട് ഒന്ന് വരച്ചെടുക്കാം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് നെക്ക് വിഡ്ത്തും ഷോൾഡറൊക്കെ മാർക്ക് ചെയ്യണം. നെക്ക് വിഡ്ത്ത് 2 ഇഞ്ചസ് ആണ്. നോർമലി ഉള്ള മെഷർമെൻ്റ് ആണ് ഞാനിവിടെ പറയുന്നത്. 2 ഇഞ്ചസ് മാർക്ക് ചെയ്യാം. ഷോൾഡർ സ്ലോപ്പ് 1/2 ഇഞ്ചസ് നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ദെൻ ആം ഹോൾ റൗണ്ട് ഫിനിഷ് ചെയ്യാം. ഫ്രണ്ട് ആം ഹോളും ബാക്ക് ആം ഹോളും നമുക്ക് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു ആം ഹോൾ മാർക്ക് ചെയ്ത ആ ഒരു ലൈനില്ലേ, ആ ലൈനിൻ്റെ 1/2 പോർഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ആ ഒരു ലൈനിൽ നമ്മളൊരു 1/4 ഇഞ്ച് ഇതുപോലെ ഉള്ളിലാക്കിയിട്ട് ഇതുപോലെ പതുക്കെ നമുക്ക് കർവായിട്ട് വരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ആം ഹോളും ബാക്ക് ആം ഹോളും വരച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലൈൻസിനും
അലവൻസ് ഇട്ട് കൊടുക്കാം, തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കാം. ആ ലൈൻ ഈ ഒരു ചെസ്റ്റ് ലൈനിലേക്ക് നമ്മൾ കൊണ്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് ലെങ്ത് ഫ്രണ്ട് നെക്ക് 6 ഇഞ്ചസ്, ബാക്ക് നെക്ക് നമുക്കൊരു 4 ഇഞ്ചസ് മാർക്ക് ചെയ്യാം. ഞാനിവിടെ നോർമലി റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ റൗണ്ട് നെക്ക് ഇതുപോലെ കറക്റ്റായിട്ട് വരച്ചെടുക്കാം. 1/4 ഇഞ്ച് നമുക്ക് അലവൻസ് തയ്യൽ തുമ്പും കൂടി കൊടുക്കാം. ഇതുപോലെ ചെറുതായിട്ട് ഡോട്ടഡ് ലൈൻസ് ഇട്ട് എടുക്കാം. ഇനി നമുക്ക് ഈ ഒരു അലവൻസിലൂടെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് പോകുമ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത ഈ ഒരു പോയിൻറ്റ്സ്, അതായത് ഹിപ്പ് ലെങ്ത്, ഹിപ്പ് റൗണ്ട്, വേസ്റ്റ് റൗണ്ട് എന്നുള്ള പോയിൻ്റൊക്കെ ഇതുപോലെ നമുക്ക് ചെറുതായിട്ടൊരു നോച്ചസും കൂടി കൊടുക്കാം. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അറിയാനായിട്ടാണ്. അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രണ്ട് പീസ് മാത്രം ഇതുപോലെ സെപ്പറേറ്റ് എടുത്തിട്ട് ഫ്രണ്ട് ആം ഹോള് നമ്മൾ കുഴിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ ഫ്രണ്ട് നെക്ക് നമ്മൾ സെപ്പറേറ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്ത് ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് നമുക്ക് മെയിൻ പീസ് കട്ട് ചെയ്തെടുക്കാം. ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പീസും ബാക്ക് പീസും നമുക്ക് ഇതുപോലെ സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ ഞാൻ നെക്കിൻ്റെ പോർഷനിൽ കുറച്ച് സ്റ്റോൺസൊക്കെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.